കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പിണറായി വിജയനെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ പിണറായിസ്റ്റുകൾക്ക് എതിരായിട്ട് നിൽക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഒരുമിപ്പിച്ചു കൊണ്ടുവന്ന് UDFന്റെ അടിത്തറ വിപുലമാക്കി ഈ സർക്കാരിനെതിരായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ ജനവികാരം UDFന് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയം. അതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് സഹകരിപ്പിക്കാവുന്ന ആൾക്കാരെ അത് സഹകരിപ്പിക്കേണ്ട രീതിയിൽ സഹകരിപ്പിക്കും, അത് സഹകരിപ്പിക്കേണ്ട സമയത്ത് സഹകരിപ്പിക്കും. ഇപ്പോൾ അതിനേക്കാളെല്ലാം വളരെ തെളിമയോട് നിൽക്കുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. ഇപ്പം ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിനുമെല്ലാം അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ എന്താണെന്ന് നമുക്ക് സംസാരിക്കാം. പക്ഷേ അതിനെല്ലാം അപ്പുറം തെളിമയോട് നിൽക്കുന്നത് ഇന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം സത്യമാണെന്നുള്ള അറിയുമല്ലോ. ഇപ്പം ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. CPMന്റെ ഒരു രീതി വെച്ച് കോൺഗ്രസിനകത്ത് പോലും നടക്കില്ല, UDFനകത്ത് പോലും നടക്കില്ല. പക്ഷെ CPMന്റെയും LDFന്റെയും ഒരു രീതി വെച്ചുകൊണ്ട് ഒരു MLA നിയമസഭയ്ക്കകത്ത് ഒരു അഴിമതി ആരോപണം ഉന്നയിക്കണമെങ്കിൽ അത് പ്രതിപക്ഷ നേതാവിനെതിരെ കൂടിയാകുമ്പോൾ അത് CPMന്റെ പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി അല്ലെങ്കിൽ LDFന്റെ നേതാവ് പാർലമെന്റിലെ നേതാവ് അറിഞ്ഞുകൊണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. സ്പീക്കർ അനുമതി കൊടുക്കണമെങ്കിലും അത്തരത്തിൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ അത് VD സതീശനെതിരെ ഈ സർക്കാർ നടത്തുന്ന വ്യക്തിപരമായിട്ടുള്ള വേട്ടയുടെ ഭാഗമാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു. ഇപ്പോൾ പുനർജനി കേസുണ്ടായി. പുനർജനി കേസിന്റെ പേരിൽ പല അന്വേഷണങ്ങൾ നടന്നിട്ടും ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞതിന് ശേഷവും ആ പുനർജനി കേസിൽ വീണ്ടും അന്വേഷണം പ്രഖ്യാപിച്ചു. പാസ്പോർട്ട് പോലെ ഏറ്റവും വ്യക്തമായിട്ടുള്ള സംഭവങ്ങൾക്ക് പോലും ആ നിയമസഭയ്ക്കകത്ത് 81 പ്രാവശ്യം അദ്ദേഹം വിദേശ യാത്ര നടത്തി എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തി. ആ നിയമസഭയ്ക്കകത്ത് തന്നെ ശ്രീ VD സതീശൻ പറഞ്ഞു, എൻ്റെ പാസ്പോർട്ട് ഞാൻ തരാം, നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ, അതിൻ്റെ പകുതിയെങ്കിലും ഞാൻ നടത്തി, ജീവിതകാലം മുഴുവൻ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമല്ലോ. അപ്പൊ പിണറായിയെ തുറന്നു കാണിക്കുന്ന, പിണറായിയുടെ വർഗീയതയെ തുറന്നു കാണിക്കുന്ന പ്രതിപക്ഷത്തിനെ ഏതെങ്കിലും രീതിയിൽ അബദ്ധപ്രചാരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യാതൊരു വസ്തുതയില്ലെങ്കിലും അത് നടത്തുക എന്നുള്ളത് ഈ സർക്കാരിൻ്റെയും CPMന്റെയും നയമായിരുന്നു എന്നുള്ളത് അൻവർ എന്ന് പറഞ്ഞുകൊണ്ട് തെളിയുകയാണ്. അതിനകത്ത് മറ്റ് കാര്യങ്ങളിലേക്ക് അന്വേഷണത്തിന് പോകേണ്ട കാര്യമില്ല. ഒരു നിയമസഭയ്ക്കകത്ത് ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു പാർട്ടിയുടെ MLA ആരോപണം ഉന്നയിക്കണമെങ്കിൽ ഉള്ള പ്രൊസീജിയർ മാത്രം നോക്കിയാൽ മതി. അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് വന്നിരിക്കുന്നു. പിണറായിസം ആണ് ഇപ്പൊ നിങ്ങളുടെ ചർച്ചയുടെ ഇതുപോലും പിണറായിസം. ഞാൻ എക്കാലത്തും ഈ ചർച്ചകളിൽ ഉപയോഗിക്കുന്നതാണ്. CPM എന്ന് പറഞ്ഞ് കേരളത്തിലെ കാണാൻ സാധിക്കില്ല. കേരളത്തിലെ CPMനോട് അല്ലെങ്കിൽ പൊതുവെ CPM പാർട്ടിയോട് കോൺഗ്രസിന് ദേശീയ അടിസ്ഥാനത്തിൽ ഒരു ധാരണയും ഒരു എന്താ പറയുക, ഒരു കോംപ്രമൈസും ഒക്കെ ഉണ്ട്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല, ഇന്ത്യ മുന്നണിയുടെ കാലത്തും തുടങ്ങിയല്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, 2020 സീതാറാം യെച്ചൂരിയുടെ രാജ്യസഭാ കാലാവധി തീർന്നപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്ന് അവർക്ക് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരാൻ അംഗത്വം ഇല്ലാതിരിക്കുമ്പോൾ കോൺഗ്രസ് പറഞ്ഞാണ് ഞങ്ങൾ പിന്തുണയ്ക്കാം, സീതാറാം യെച്ചൂരി രാജ്യസഭയിൽ വരട്ടെ എന്ന് പറഞ്ഞു. കാരണം ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം ഈ നാട്ടിൽ ആവശ്യമാണ് എന്നുള്ള കോൺഗ്രസിന്റെ ബോധ്യത്തോടു കൂടി തന്നെയാണ്. ഇപ്പൊ രാജസ്ഥാനിൽ സിക്കാറിൽ ഉൾപ്പെടെ മത്സരിച്ചുകൊണ്ടാണല്ലോ ഇന്നും ഞങ്ങളുടെ ചിഹ്നം അരിവാൾ ചുറ്റിയ നക്ഷത്രമാണ് എന്ന് പറയാൻ ഇവർക്ക് സാധിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് CPMനോട് പൊതുവെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് അത്ര വലിയ എതിർപ്പിന്റെ ആ സാഹചര്യം ഇപ്പോഴില്ല. കാരണം നേരത്തെ ഉണ്ടായിരുന്ന സാമ്പത്തിക നയങ്ങളുടെയൊക്കെ അഭിപ്രായ വ്യത്യാസത്തിന്റെ കാലം മാറിക്കഴിഞ്ഞിരിക്കും. CPM അതിൽ മാറിക്കഴിഞ്ഞിരിക്കും. പക്ഷേ കേരളത്തിൽ ഇന്ന് CPM അല്ല ഉള്ളത്. കേരളത്തിൽ ഇന്ന് BJPയുടെ രാഷ്ട്രീയം നടപ്പാക്കി കൊടുക്കുന്ന പിണറായിസ്റ്റുകളാണുള്ളത്. ആ പിണറായിസ്റ്റുകളെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് കേരളം രക്ഷപ്പെടാൻ ഏറ്റവും വലിയത്. വർഗീയത മാത്രം പറയുന്ന, അഴിമതികൾ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന, മകളുടെ പേരിൽ പോലും ശതകോടികളുടെ അഴിമതി നടത്തി നിൽക്കുന്ന ഒരു അച്ഛൻ, നമ്മുടെ ലീഡറെ കുറിച്ച് പുത്രദുഃഖം എന്നാണല്ലോ പറഞ്ഞത്, അതിവിടെ പുത്രിദുഃഖമായിട്ട് മാറുകയാണ്. ആ പുത്രിദുഃഖത്തിൽ നിൽക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അഴിമതികളെ സംരക്ഷിക്കുക എന്നുള്ള ഇതിലേക്ക് CPM എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ആ പിണറായിസ്റ്റ് രാഷ്ട്രീയം കേരളത്തിന്റെ മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയാണ്. BJP വളരെ വ്യക്തമായിട്ട് മുന്നിൽ നിന്നുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയം പറയുമ്പോൾ CPM പുറകിൽ നിന്നുകൊണ്ട് ഒരേ സമയം ഹിന്ദുത്വ രാഷ്ട്രീയവും ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയവും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കേരളത്തിന്റെ മതേതരത്വത്തിന്, കേരളത്തിന്റെ വികസനത്തിന്, ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിന് കളങ്കമായി തീർന്ന പിണറായിസ്റ്റ് രാഷ്ട്രീയത്തെ കേരളത്തിൽ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് തീർച്ചയായിട്ടും ഈ പറയുന്ന കള്ളത്തരം മാത്രം പ്രചരിപ്പിക്കുന്ന RSSന്റെ ശൈലി കടമെടുത്തിരിക്കുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിരുന്ന ആരോപണങ്ങളൊക്കെ ഇന്ന് ചീട്ടുകൊട്ടാരം പോലെ
ഉന്നയിച്ച ആൾ തന്നെ അതിന്റെ സത്യാവസ്ഥ പുറത്തു പറയുമ്പോൾ തെളിമയോടുകൂടി വരുന്നത് ഇന്ന് കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. അതാണ് ഇന്നത്തെ വാർത്താ സതീഷിലേക്ക് പോകുന്നതിന് മുമ്പ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് താങ്കൾ എടുത്തെടുത്ത് പറഞ്ഞതുകൊണ്ട് പി.വി. അൻവർ ഇക്കാര്യത്തിൽ പറഞ്ഞത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? പി ശശി എഴുതി കൊടുത്ത ആരോപണം വായിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്, മറ്റ് CPM നേതാക്കളൊന്നും ഇത് അറിഞ്ഞിട്ടില്ല എന്നാണല്ലോ നമ്മുടെ ചർച്ചയിൽ ഇപ്പോൾ പി.വി. അൻവർ പറഞ്ഞത്. പി ശശി എഴുതി കൊടുത്ത ആരോപണം അതേപടി വായിക്കുകയായിരുന്നു എന്ന പി.വി. അൻവറിന്റെ ഇന്നത്തെ വെളിപ്പെടുത്തൽ കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ആ വിശ്വാസം ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ തന്നെ നിയമസഭയിൽ വെച്ച് പറഞ്ഞതല്ലേ ഇത് അൻവർ അല്ല, അൻവർ വെറും ഒരു ലൗഡ് സ്പീക്കറാണ്. അൻവറിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ CPM നടത്തിയിരിക്കുന്ന തരംതാണ രാഷ്ട്രീയമാണ്. പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ, അങ്ങേ നോക്കി ഞാൻ കരയണോ ചിരിക്കണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്ന്. ഞങ്ങൾ അൻവറിനെതിരെ പറഞ്ഞില്ലല്ലോ, വി.ഡി. സതീശൻ അൻവറിനെതിരെ പറഞ്ഞില്ലല്ലോ. അന്ന് ആരോപണം ഉന്നയിച്ചപ്പോൾ വി.ഡി. സതീശൻ പ്രതികരിച്ചത് പിണറായി വിജയനോടാണ്. കാരണം പിണറായി വിജയൻ അറിയാതെ അത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിക്ക് അത് പി ശശി ആയിരിക്കാം. പി ശശിയാണല്ലോ ഇത്തരത്തിലുള്ള ഉപജാപക സംഘത്തിന്റെ എല്ലാത്തിന്റെയും നേതാവ്. അപ്പോൾ അദ്ദേഹമായിരിക്കും പി.വി. അൻവറിനെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ വ്യക്തികൾക്കെതിരെ വില കുറഞ്ഞ രാഷ്ട്രീയം പറയാൻ, വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് പി.വി. അൻവറിനെ CPM ഉപയോഗപ്പെടുത്തിയിരുന്നു. എത്രയോ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. CPM-നെ സംബന്ധിച്ചോളം തരംതാണ രാഷ്ട്രീയം പറയാൻ വേണ്ടിയുള്ള ആയുധം മാത്രമായിരുന്നു പി.വി. അൻവർ. പക്ഷേ ഒരു ആവേശത്തിന്റെ പുറത്ത് ഇതിലെല്ലാം പോയി പെട്ടുപോയി എന്നുള്ളതാണ് ഇപ്പോ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. LDF-നകത്തും CPM-നകത്തും നിയമസഭയ്ക്കകത്ത് ഒരു ആരോപണം ഉന്നയിക്കാൻ, അഴിമതി ആരോപണം ഉന്നയിക്കാൻ എന്താണ് പ്രൊസീജിയർ എന്ന് അങ്ങ് അടുത്ത പ്രാവശ്യം ഒന്ന് വിശദീകരിക്ക്. കെ സുധാകരൻ വിജയിച്ചാൽ CPM-ന്റെ പാർലമെന്ററി പാർട്ടിക്കകത്ത് ഒരു അംഗത്തെ കൊണ്ട് ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയുമെങ്കിൽ എന്റെ പൊന്ന് സതീഷേ, അങ്ങനെ വെറും നോക്കിയിരിപ്പാണെന്ന് നിങ്ങൾ പറയല്ലേ? പാർലമെന്ററി പാർട്ടിയുടെ നേതാവ് മുഖ്യമന്ത്രി അങ്ങനെ കൊണ്ട് അതിന് പോലും കൊള്ളൂല എന്ന് പറയുന്നല്ലേ? ഒരു നവകേരള ബസ് പോലും ഓടിക്കാൻ പറ്റുന്നില്ല എന്നവിടെ നിൽക്കട്ടെ, ഈ പണിക്ക് പോലും പറ്റില്ല എന്ന് നിങ്ങൾ എന്തിനാണ് പിണറായി വിജയനെ ആക്ഷേപിക്കുന്നത്? ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ സ്വയം വന്നിട്ട് അയാൾ ഇത്ര വലിയ മോശക്കാരനാണെന്ന് പറയരുത് എന്ന് എനിക്ക് അഭിപ്രായം അങ്ങൊരു സഹപ്രവർത്തകൻ എന്ന രീതിയിൽ പറയാം. പിന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, പൊതുവിദ്യാഭ്യാസം, മറ്റേ എന്താണ് പൊതുമേഖല. ആ പൊതുമേഖല ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിൽ പോയി നോക്കിയാൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോ അവിടുത്തെ തൊഴിലാളികൾ വന്ന് കണ്ടിട്ട് ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. പൊതുവിദ്യാഭ്യാസം കഴിഞ്ഞ 2 വർഷം, ഒരു വർഷം 84,000, ഒരു വർഷം 62,000. പറഞ്ഞ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനാണ് ശ്രീ സജീഷ്. നേരത്തെ താങ്കൾ പറഞ്ഞു ഈ പി.വി. അൻവർ ആരോപണം ഉന്നയിച്ചു, അപ്പോൾ പോലീസ് അന്വേഷിച്ചു, അതിൽ സത്യാവസ്ഥയില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് നിങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകാതിരുന്നത്, പ്രതിപക്ഷ നേതാവിനെതിരായ ആരോപണം മുന്നോട്ട് കൊണ്ടുപോകാതിരുന്നത് എന്ന് പറഞ്ഞു. അന്ന് പി.വി. അൻവർ നിങ്ങളുടെ സ്വന്തം ആളാണ്, മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനാണ്. മുഖ്യമന്ത്രി തന്നെ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെ പരസ്യമായി പിന്തുണച്ചത് നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ പി.വി. അൻവറിനോട് അന്ന് പോലീസോ ആഭ്യന്തര വകുപ്പോ CPM-ഓ ചോദിച്ചില്ലേ ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന്? നിങ്ങളുടെ പോലീസ് അന്വേഷിച്ചപ്പോൾ ആരോപണത്തിൽ അടിസ്ഥാനമില്ല എന്ന് കണ്ടെത്തിയെന്ന് പറഞ്ഞു. പി.വി. അൻവറിനോട് ചോദിച്ചില്ലേ അടിസ്ഥാനമില്ലാത്ത ആരോപണം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചില്ലേ? കോൺഗ്രസ് അകത്ത് നിന്ന് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ അറിയാലോ, വി.ഡി. സതീശനും അതുപോലെ തന്നെ സുധാകരനും യോഗത്തിൽ പങ്കെടുക്കാതെ പരസ്പരം ഇറങ്ങിപ്പോകുന്ന കാഴ്ച ഇപ്പം നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിനകത്ത് നിന്ന് വന്ന ഒരു ആക്ഷേപമാണിത്. അതായത് ISRO ചാരക്കേസ് പോലെ തന്നെ ISRO ചാരക്കേസിനാണല്ലോ ആരോപണം വരുന്നത്. ആ ആരോപണം ഞാൻ പറയട്ടെ, നിയമസഭയിൽ പി.വി. അൻവർ ഉന്നയിച്ച ആരോപണം LDF-ന്റെ പോലീസ് അന്വേഷിച്ചില്ലെന്ന് കണ്ടെത്തിയെന്ന് സതീഷ് നേരത്തെ പറഞ്ഞു. അതിനുശേഷം എവിടെ നിന്നാണ് ഈ വിവരങ്ങൾ കിട്ടിയത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണം ഉന്നയിച്ചതെന്ന് പി.വി. അൻവറിനോട് LDF അന്വേഷിച്ചില്ലേ? CPM അന്വേഷിച്ചില്ലേ? നിങ്ങളല്ല എഴുതി കൊടുത്തതെങ്കിൽ ഷാനിക്ക് ഈ കാര്യം മനസ്സിലാവും. ഇടയിൽ ഒരു വാചകത്തിന്റെ ഇടയിൽ ഒന്ന് കയറരുത്. പറയട്ടെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ ഷാനിക്ക് വ്യക്തമാകും. അതായത് കോൺഗ്രസിനകത്ത് വലിയ പടലപ്പിണക്കങ്ങൾ പലതുമുണ്ട്. വി.ഡി. സതീശനും ശ്രീ കെ സുധാകരനും തമ്മിലുള്ള പ്രശ്നം എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ പരസ്യമായി വന്നിരിക്കുന്നു. ആ ഘട്ടത്തിൽ നേരത്തെ ISRO കേസിനകത്ത് കെ കരുണാകരനെ ഇല്ലായ്മ ചെയ്യാൻ എ ഗ്രൂപ്പ് ശ്രമിച്ച പോലെ തന്നെ ഇപ്പോൾ വി.ഡി. സതീശനെ ഇല്ലാതാക്കാൻ ഉള്ള ശ്രമം കോൺഗ്രസിനകത്ത് ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ISRO ചാരക്കേസ് കോൺഗ്രസ് ആണ് ഉന്നയിച്ചെങ്കിലും എല്ലാവരും ആ ഘട്ടത്തിൽ അത് വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഇത്
VD സതീശനെതിരായിട്ടുള്ള ഈ ആക്ഷേപം ഉന്നയിച്ചത് കെ സുധാകരനാണ് വിവരങ്ങൾ നൽകിയത് എന്നാണല്ലോ വെളിപ്പെട്ട് വരുന്നത്. അത് ഇന്നത്തെ കാര്യം. ചോദ്യം അതായിരുന്നില്ല. താങ്കളോട് ചോദിച്ച ചോദ്യം വേറെയാണ്. ശ്രീ രാജു പി നായർ, പ്രതിപക്ഷ നേതാവിനെതിരായ ആരോപണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എഴുതി നൽകിയതാണ് എന്ന ആരോപണത്തിൽ മുന്നോട്ട് പോകാൻ പ്രതിപക്ഷം തയ്യാറാണോ? പ്രതിപക്ഷം അത് ഏറ്റെടുക്കുന്നുണ്ടോ? അല്ല, പ്രതിപക്ഷം ഏറ്റെടുക്കാനൊന്നുമില്ല. ഇത് ഞങ്ങൾ അന്നത്തെ ദിവസം തന്നെ പറഞ്ഞതല്ലേ. അതുകൊണ്ടല്ലേ VD സതീശൻ നിയമസഭയ്ക്കകത്ത് പറഞ്ഞത് ഇത് നിയമസഭയുടെ രേഖകളിൽ നിന്ന് പോലും നീക്കം ചെയ്യരുത്. കാരണം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെതിരെ ഇങ്ങനെ പോലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത്രയും തരംതാണ രീതിയിൽ. നേരത്തെ പറഞ്ഞല്ലോ തരംതാണത് അൻവറാണെന്ന്. അല്ലെന്നേ, തരംതാണതിനേക്കാൾ താഴ്ന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് തന്റെ കൂടെ നിൽക്കുന്ന ഒരു MLA കൊണ്ട് പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു തെളിവുമില്ലാതെ ആരോപണം ഉന്നയിച്ചത്. പഠിക്കേണ്ട സാഹചര്യത്തിൽ പിണറായി വിജയനെ പോലെ ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഒരു മാലിന്യം, പിണറായി വിജയൻ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഒരു മാലിന്യം ഉന്നയിച്ച ആരോപണത്തിന് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി തന്നെ മറുപടി പറഞ്ഞു. ആ പറഞ്ഞതിൽ നിന്ന് അധികമായിട്ട് ഒന്നും പറഞ്ഞില്ല. ആ പറഞ്ഞത് സതീഷ് അല്ല, ഞങ്ങൾ PV അൻവറിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടൊന്നുമല്ല. ഒരു പുതിയ UDF-നകത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാള് ഫോർമലായിട്ട് അതിനുവേണ്ടിയുള്ള നീക്കം നടത്തിയാൽ UDF പിന്നെ സജീഷ് പറഞ്ഞൊരു കാര്യം, PV അൻവർ CPM കാരനായിരുന്നപ്പോൾ എഴുതിയ പരാതി ഗൗരവമുള്ളതാണെന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതല്ലേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്? അപ്പൊ CPM-നകത്ത് നിൽക്കുന്ന അൻവറിനെ ചർച്ച ചെയ്തിട്ടുള്ളത് പറയുന്നത് ശരിയാണോ? എങ്ങനെ CPM-നകത്ത് നിൽക്കുന്ന അൻവർ പറഞ്ഞ പരാതി ഗൗരവമുള്ളതാണെന്നും അന്വേഷിക്കപ്പെടേണ്ടതാണെന്നും കേരളത്തിലെ CPM-ന്റെ അവസാന വാക്ക് ഗോവിന്ദനല്ലേ പറഞ്ഞത്? അപ്പൊ അപ്പോഴല്ല ചർച്ച ചെയ്തത്. നിങ്ങൾ തരാതരം പോലെ മാറ്റുന്നു. നിങ്ങൾ ഉപയോഗിക്കുന്ന കോടാലി നിങ്ങൾ മാറ്റിയ നിങ്ങൾ മാറല്ലേ? നിങ്ങളെ നോക്കി ജനം പല്ലളിക്കും. കെ സുധാകരൻ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയുടെയും പാർലമെന്ററി പാർട്ടിയുടെ അംഗമാണ് അങ്ങ് എന്ന് വിചാരിച്ചാൽ നിങ്ങളെ കുറിച്ച് ചിരിക്കും. മനസ്സിലായില്ലേ? നിങ്ങളെ കുറിച്ച് ചിരിക്കും. ഈ പാർട്ടിക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ പാർട്ടിക്ക് എന്ത് രാഷ്ട്രീയമുണ്ട്? ഈ രാജ്യത്തെ മുഴുവൻ വർഗീയവാദികളായിട്ട് മാറിയില്ലേ? നിങ്ങൾ അല്ലല്ല ഷാനി അവസാനം സജീഷ് നടത്തുന്ന കൊളവാക്കൽ പരിപാടിക്ക് കൂട്ടുവെക്കല്ലേ? ഒന്ന് മ്യൂട്ട് ചെയ്യൂ. നോക്കൂ ഈ നാട്ടിൽ പച്ചവർഗീയത പറഞ്ഞ PC ജോർജ് നടക്കുക 3 ദിവസമായിട്ട്. ഒരു കേസെടുത്ത് അകത്തിടാൻ കഴിഞ്ഞോ? സ്വന്തം ADGP RSS-മായിട്ട് പോയി ഡീലുണ്ടാക്കി അദ്ദേഹത്തിന് പ്രമോഷൻ കൊടുത്തില്ലേ? ഈ വർഗീയവാദിയാണോ കോൺഗ്രസ് കേരളത്തിൽ സഹിക്കേണ്ടത്? ഈ പിണറായി കേരളത്തിൽ സഹിക്കേണ്ടത്?